അവിടുത്തെ ഒരു ഫാമിലി ഭരിക്കുന്നത് പെണ്ണുങ്ങളാണ്. അവരാ ആണുങ്ങൾക്ക് അത്ര റോളില്ല. തുമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഡാഗിനിയും കുട്ടീസ് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തുള്ള സംഭവങ്ങള്. എല്ലാരും പറയുന്നത് ആ മാതാപിതാക്കളുടെ കണ്ണുനീര് അല്ലെങ്കിൽ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി അവർക്കും ഒരു സ്വപ്നം ഇല്ലേ? അതൊക്കെ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് നെസസിറ്റീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഓൽക്ക് ആ കുട്ടീനെ വേണ്ടെങ്കിൽ ഓൽക്ക് അത് വേണ്ടാന്ന് വെച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാ പിന്നെ അത് പ്രൊവൈഡ് ചെയ്യണ്ടല്ലോ. അതിന്റെ കണക്ക് പിന്നെ നമ്മൾ വലുതായിട്ട് കേൾക്കേണ്ടി വരൂലേ. നമ്മള് കോണ്ടാക്റ്റിൽ എന്തായി അറിയില്ല, സൗദിക്ക് കൊണ്ടുപോയോ അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഇതുള്ളതുകൊണ്ട് എങ്ങനെയൊക്കെയോ 8 ദിവസം പോയി. അതൊരു 8 വർഷത്തിന്റെ ഒരു ഇതായിരുന്നു എനിക്ക്. എന്റെ ഉപ്പ എന്നോട് ഓവർ സംസാരിക്കാറില്ല. ഓക്കെ, ഇപ്പൊ ചെറുപ്പം തൊട്ടാണെങ്കിൽ പുള്ളി ഓവർ സംസാരിക്കൂല. മക്കളോടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പുള്ളിക്കില്ല. ഇപ്പൊ പാരന്റ്സ് കാണുന്നത് എന്താണ്, ഓളെന്റെ മോളാണെന്ന് പോലും നോക്കാണ്ട് കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. അത് ഞാനൊരു ഷോർട്സ് കണ്ടു, ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 12 മണിക്കല്ലേ? ഇപ്പൊ ഞാനുണ്ടല്ലോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞേ മുടി ഇങ്ങനെ ഒന്ന് താത്തി വെച്ചിരുന്നേ. അത് ഇടയ്ക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ താത്തി വെച്ചിരിക്കും. നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ. ഉള്ള റൊമാൻറ്റിക് നമ്മുടെയും പോകും. സത്യോ, വന്നാൽ അത് പോവുകയും ചെയ്യും. സാധനം പിന്നെയും പറയുന്നു, ഇനിയിപ്പൊ കേക്കണ്ടേ. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനും ഓലെ സിസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഓൽക്ക് എന്തായാലും എന്താണ് ഓലെ മനസ്സിൽ എന്തായാലും ഞാനുണ്ടാവും. ബിക്കോസ് ഐ വാസ് ദെയർ ഫോർ എ ലോങ് ടൈം വിത്ത് ദം. മൈൽസ്റ്റോൺ മേക്കേഴ്സ് പ്രസൻസ് ഡിജിറ്റൽ സൂപ്പർ സ്റ്റാർസ് 2025 ഈ വരുന്ന മാർച്ച് 4 വൈകുന്നേരം കൊച്ചി ആൽഫ ഹൊറൈസൺ ബിസിനസ് സെന്ററിൽ. പോയ വർഷം നമ്മെ വിസ്മയിപ്പിച്ച നമ്മുടെ പ്രിയ താരങ്ങൾ ഇതാ ഒരേ വേദിയിൽ ഒരുമിച്ചെത്തുന്നു. കാത്തിരിക്കാം, കാഴ്ചയുടെ കൗതുകം ഉണരും വരെ. അപ്പം ന്യൂറ ആൻഡ് ആദില ഒരു ചെറിയൊരു സെഗ്മെന്റിലേക്ക് പോവാണ്. അപ്പൊ എന്റെ കയ്യിൽ നിങ്ങളുടെ 2 നെയിംസ് എഴുതിയ ബോർഡ് ഉണ്ട്. അപ്പൊ ഇത് ഞാൻ കോമൺ ആയിട്ട് ഇവിടെ വെക്കുകയാണ്. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും. ക്വസ്റ്റ്യൻസ് അപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്നോട്ടെ. അപ്പൊ ഞാൻ ക്വസ്റ്റ്യൻസ് വായിക്കും, ചാടി കയറി പേര് പൊക്കുക. ആരുടെ പേര്? ആർക്കത് ഓപ്പോസിറ്റ് വേണമെന്നില്ല. ഇപ്പൊ തോന്നുവാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ കൊറേ വേണമെങ്കിൽ അതിലേടെ എടുത്തോണ്ടിരുന്നോ, ജെനുവിൻ ആൻസേഴ്സും പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം, ക്വസ്റ്റ്യന്റെ ഇതനുസരിച്ച് നിങ്ങൾക്ക് പോക്കാം. ഓക്കെ, ഇപ്പൊ മനസ്സിലായല്ലോ. ആർക്ക് വേണമെങ്കിലും ഏത് നെയിമ് വേണമെങ്കിലും എടുക്കാം. ഓക്കെ, സ്പീഡ് അനുസരിച്ചിരിക്കും. ഏറ്റവും കൂടുതൽ പേര് പോകുന്ന ആൾക്കൊരു ചെറിയ പണിഷ്മെന്റ് ഇരിക്കട്ടെ. ഓക്കെ, വർക്കഹോളിക് ആയിട്ടുള്ള ആരാണ്? വരുമ്പോ പൊക്കൂലാട്ട് ഞാൻ തന്നെ. ഓക്കെ, എന്നുവെച്ചാ സിസ്റ്റത്തിന്റെ മുന്നിലായിരിക്കും എപ്പോഴും. സിസ്റ്റം, യൂട്യൂബ്, എനിക്ക് എന്തെങ്കിലും ഇങ്ങനെ ചെയ്തോ പ്രൊഡക്റ്റീവ് ആയിക്കൊണ്ടിരിക്കണം. അല്ലാണ്ട് അവിടെ ഇങ്ങനെ ഒതുങ്ങിയിരിക്കണമെങ്കിൽ ഇഷ്ടമല്ല. ഇല്ല, എന്തെങ്കിലൊക്കെ ചെയ്തോണ്ടിരിക്കണം. ഒന്നില്ലെങ്കിൽ ഒന്ന് അടിച്ചു വരെങ്കിലും. എന്താണ്? അതെ, ഓക്കെ. നിങ്ങൾ രണ്ടുപേരും ഓരോ തവണ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്നു. ആരായിരിക്കും പാർട്ട്ണറിനെ ഏറ്റവും മനോഹരമായി ആശ്വസിപ്പിച്ച് ധൈര്യം നൽകി ആ സാഹചര്യം ഏറ്റവും ചിയറപ്പ് ചെയ്ത് സെറ്റാക്കുന്നത്? ചിലപ്പോ അതിലാണ്. എന്നാലും ഇവളെ മനോഹരാക്കല്. മനോഹരമാക്കൽ എങ്ങനത്തെ രീതിയിലായിരിക്കും മനോഹരാക്കുന്നത്? ചിലപ്പോ മനോഹരാക്കുന്നത് കൂടി പോകും. ഇൻസിഡന്റ് എന്ന് പറഞ്ഞേ അത്ര പോസിറ്റിവിറ്റി ചിലപ്പോ ആ നേരത്ത് താങ്ങണ്ടാവില്ല. പോസിറ്റിവിറ്റി കൊണ്ട് പറഞ്ഞിട്ടുണ്ടല്ലോ, ദേഷ്യം പിടിക്കും. അതാണ് സംഭവം. ഒരു ഇൻസിഡന്റ് വരാൻ നിങ്ങളോട്. ഒരു ഇൻസിഡന്റ് എന്താ കൊറേ ഉണ്ട്, എന്താ എണ്ണീട്ട്. അല്ല, ഏറ്റവും കൂടുതൽ ഇതൊക്കെ ഓവറല്ലേ സജീന്ന് തോന്നിപ്പോയ ഒരു എന്തെങ്കിലും ഉണ്ടാവില്ലേ? റീസെന്റ് ആയിട്ട് അങ്ങനെ പോസിറ്റിവിറ്റി വാരി വിതറിയിട്ടില്ല? റീസെന്റ് ആയിട്ടില്ല, മുന്നേ എന്തൊക്കെയോ ഉണ്ട്, ഒന്നും ഓർക്കലില്ല. എല്ലാത്തിനും പോസിറ്റിവിറ്റി ആണ് വാരി വിതറില്ല. അതാണ് എനിക്ക് ആണല്ലോ. ഓക്കെ, അങ്ങനെ വലിയ ഒരു പ്രശ്നം ഉണ്ടായിട്ട് വലിയ സർപ്രൈസ് ഒക്കെ അതിൽ ഒരുക്കിയിട്ടുണ്ടോ? മൈൻഡ് സെറ്റ് അങ്ങ് ഓക്കെ ആക്കാൻ വേണ്ടി? സർപ്രൈസ് ഒന്നും അങ്ങനൊന്നും ഇല്ല. സർപ്രൈസ് ഇല്ല. ഇല്ല. എവിടെയെങ്കിലും ട്രിപ്പ് കൊണ്ടുപോയിട്ടുണ്ടോ? ട്രിപ്പൊക്കെ നമ്മള് ബർത്ത്ഡേക്ക് ട്രിപ്പ് പോയിട്ടുണ്ട്. അടുപ്പിച്ച ഒരു 5 ദിവസം വേറെ വേറെ സ്ഥലത്ത്. അത് പോസിറ്റിവിറ്റി കുറെ ഭയങ്കര കൂടി. 2 വീലറിൽ പോയതാ, നല്ല രസമുണ്ടായിരുന്നു. ഫസ്റ്റ് ടൈം അങ്ങനെ ലോങ് പോകുന്നത് 2 വീലറില്. നല്ല ബിരിയാണിയുടെ മണമല്ലേ? ആണ്, ശരിയാണ്. എനിക്ക് വേഗം കഴിക്കട്ടെ, ഇത് കഴിച്ചിട്ട് തരാം. ഓക്കെ, ഡെയിലി ലൈഫിൽ ബ്രാൻഡഡ് ആയിട്ടുള്ള സാധനങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ആരാണ്?
ഏത് ഏറ്റവും എക്സ്പെൻസീവ് ആയിട്ട് യൂസ് ചെയ്യുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏതാ? സ്കിൻ കെയർ ഇപ്പൊ പറയണ സ്കിൻ കെയറിൽ ഞാൻ അങ്ങനെ ഓവർ എക്സ്പെൻസീവ് ഒന്നും യൂസ് ചെയ്യുന്ന ആളല്ല. പക്ഷെ എന്റെ സ്കിന്നിന് സ്യൂട്ട് ചെയ്യുന്ന എന്താണോ അത് ഞാൻ യൂസ് ചെയ്യലുണ്ട്. പക്ഷെ അതൊക്കെ ഇത്തിരി ഒക്കെ എക്സ്പെൻസീവ് ഒക്കെ തന്നെ ആയിരിക്കും. മാക്കിന്റെ ഒരു ലിപ്സ്റ്റിക് അങ്ങനെയൊക്കെ കുറച്ചൊക്കെ എക്സ്പെൻസീവ്. അതിലെ സ്കിൻ കെയർ അങ്ങനെ അതിലൊക്കെ ഇൻട്രസ്റ്റഡ് ആണോ? സ്കിൻ കെയർ ഇൻട്രസ്റ്റഡ് ആണ്. എന്നെക്കാളും കൂടുതൽ ഓളെ ഇൻട്രസ്റ്റഡ്, ഭയങ്കര ബ്യൂട്ടി കോൺഷ്യസ് ആ. പക്ഷെ അത്ര എക്സ്പെൻസീവ് ആയിട്ടുള്ളതിനോട് അത്ര വലിയ ഇതില്ല, താല്പര്യമില്ല. ഓക്കെ. പരസ്പരം ആരാ പുഷ് ചെയ്യുന്നത് ഏറ്റവും കൂടുതൽ? ഇന്ന് സ്കിൻ കെയർ ചെയ്തിട്ട് കിടക്കണം അല്ലെങ്കിൽ ഇന്ന ചെയ്യണം അങ്ങനെ? ഇവളെപ്പോഴും ചെയ്യും. അപ്പൊ ഒരു ദിവസം ചെയ്യുന്നില്ല എന്ന് കണ്ടാല് അപ്പൊ ഞാൻ പുഷ് ചെയ്യോളെ, ചെയ്യ് എന്താന്ന് ചെയ്യാത്തെന്നൊക്കെ പറഞ്ഞിട്ട്. ഒരു ദിവസം പോലും മുടങ്ങാതെ ഉപയോഗിക്കുന്ന ഒരു സ്കിൻ കെയർ പ്രൊഡക്റ്റ് ഏതാണ്? അപ്പൊ ഇതില് അല്ലല്ല, അത് ക്വസ്റ്റ്യൻ അല്ല. സൺസ്ക്രീൻ. സൺസ്ക്രീൻ, മോയ്സ്ചറൈസർ. എനിക്ക് സൺസ്ക്രീൻ അല്ല, എനിക്ക് ഫേസ് സീറം. ഓക്കെ. പുറത്തു നിന്നുള്ള സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ ഉള്ളത് ആർക്കാണ്? രണ്ടുപേർക്കും കോമൺ ആയിട്ടുള്ളത്. കോമൺ ആയിട്ടുള്ളത് ഇവളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഞാൻ മിണ്ടും. അങ്ങനെ അല്ലാതെ അങ്ങനെയില്ല. ഓക്കെ. പുറത്തു നിന്നുള്ള ഒരാൾക്ക് നിങ്ങളിൽ ആരെയാണ് ഏറ്റവും ആദ്യം പറ്റിക്കാൻ കഴിയുക? ഒരു തേർഡ് പേഴ്സൺ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും, അത് എനിക്കറിയാം, അത് പെട്ടെന്ന് വീഴുവില്ല. എന്താണിത് കേട്ടോ? അതില് വീട് പിന്നെ തരാം. നോട്ട് ചെയ്തിട്ടുണ്ട്. എല്ലാവരുടെ വലയിൽ പെട്ടെന്ന് വീഴും. പക്ഷെ വിശ്വസിക്കും. എന്റെ ആ ഒരു വിശ്വസ്തത ഇവർ മുതലെടുക്കുന്നതാണ്. ഞാൻ എന്ത് ചെയ്യാനാ? ഇപ്പൊ അതില് കുറച്ച് വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷെ ഫസ്റ്റ് അപ്പിയറൻസിൽ നിങ്ങൾ അടുത്തറിഞ്ഞില്ലെങ്കിൽ അതിലാണ് ഭയങ്കര ബോൾഡ്, ഭയങ്കര സ്ട്രോങ് ആയിട്ട് തോന്നുന്നതൊന്നുമില്ല. സത്യം അങ്ങനെയൊന്നും അല്ല, ഉൾട്ടയാണ്. ഓക്കെ. ഇവിടെ കാണുമ്പോഴും മിണ്ടാതിരിക്കുന്ന ഒരു ഒരു സംസാരിക്കുകയാണെങ്കിൽ പോയിന്റ് സംസാരിക്കും. ഓക്കെ, കുറച്ചേ സംസാരിക്കുള്ളൂ, പക്ഷെ അതെല്ലാം അണ്ടർലൈൻ പോയിന്റ്സ് ആയിരിക്കും ഒക്കെ. കള്ളം പറഞ്ഞിട്ട് പിന്നെ ഒരു സിറ്റുവേഷനിൽ പിടിക്കപ്പെട്ട് നിങ്ങളിൽ ആരാണ്? ഞാൻ കള്ളം പറഞ്ഞാൽ ഞാൻ അത് കള്ളം കൊണ്ട് കുറച്ച് കഴിയുമ്പോ തന്നെ പറയാം കള്ളാണ്. അതെന്നെ പിടിക്കപ്പെട്ടെന്ന് പറഞ്ഞത് നൂറിക്ക് പറയാൻ മുന്നേ ഞാൻ പറയുന്നത്. അതായത് കണ്ടിപ്പോ അവളാ കള്ളം പറയുന്നത്. ഗിഫ്റ്റിന്റെ മാറ്റർ ഒക്കെ അതൊക്കെ കള്ളം പറയുന്നത്. അതൊക്കെ എന്താ പറയാ, ഞാനൊന്നും വാങ്ങിയില്ല അങ്ങനെയൊക്കെ പറയും. പക്ഷെ അത് പെട്ടുപോയി. ഞാൻ പറഞ്ഞില്ല, മനസ്സിലാക്കുന്നത് കൂടുതല് അങ്ങനെ ഒരു പ്രശ്നമാണത്. കഴിഞ്ഞാൽ ആരെയും മനസ്സിലാക്കരുത്. എന്നെ പിടിച്ചിട്ടൊക്കെ ഉണ്ട് അങ്ങനെ. നീറ്റല്ല, കുറച്ചും കൂടെ പിടിച്ചിട്ടൊന്നുമില്ല. പറയുമ്പോഴാണോ ഈ സ്ഥിരതയില്ലാത്ത ഇങ്ങനെ ചോദിക്കുമ്പോ ഇങ്ങനെ പറയുമ്പോഴാണോ? അതായത് ഇപ്പൊ ഞാൻ എന്തെങ്കിലും ബുദ്ധിമോശം പറ്റിയിട്ട് ഞാൻ എന്തെങ്കിലും പൊട്ടത്തരങ്ങളൊക്കെ ചെയ്താല് എല്ലാരും ഞാൻ ചെയ്തില്ലല്ലോ, കവറപ്പ് ചെയ്യാൻ വേണ്ടിട്ട് ഞാനൊന്നും ചെയ്തിട്ടില്ലല്ലോ എന്നൊക്കെ പറയുള്ളൂ. അപ്പൊ പെട്ടെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ. സോഷ്യൽ മീഡിയയിൽ വരുന്ന നെഗറ്റീവ് കമന്റ് കണ്ട് ആദ്യം ഡൗൺ ആകുന്നത് ആരാണ്? ആയിരുന്നത് ഇപ്പൊ മാറി. ഓക്കെ. ഈ ഡൗൺ ആയിട്ടിരിക്കുമ്പോ എന്താ നൂറ് എന്ത് പോസിറ്റിവിറ്റിയാ തരാറ്? ഞാൻ പറയും ഡൗൺ ആവല്ലേ മോളെ, ഡൗൺ ആവല്ലേ, ഇതൊന്നും ശരിയാവൂല. മറ്റുള്ള ആൾക്കാർ പറയും, നമ്മളത് നോക്കണ്ട, നമ്മളാണല്ലോ നമ്മളെ ലൈഫ് ജീവിക്കേണ്ടത്, ഓല് നമുക്കൊന്നും തരുമൊന്നുമില്ലല്ലോ. സോ ഇത് കേൾക്കുമ്പോ ഓക്കെ ബൈ. നിങ്ങളെ രണ്ടുപേരെയും ബിഗ് ബോസ് വീടിനകത്ത് പിടിച്ചിട്ടാൽ ഏറ്റവും കൂടുതൽ ദിവസം അവിടെ സർവൈവ് ചെയ്യാൻ പോകുന്നത് ആരായിരിക്കും? പിടിച്ചിട്ടാലോ? ഞാനായിരിക്കും. നൂറായിരിക്കും. അതെന്തുകൊണ്ട് ഇത്ര കോൺഫിഡൻസ് ആയിട്ട് പറയാൻ കാരണം? ഒറ്റക്ക് ആരായിരിക്കും സർവൈവ് ചെയ്യാന്നല്ലേ? നിങ്ങൾ രണ്ടുപേരിൽ ഏറ്റവും ആദ്യം ഔട്ടായി വരുന്നതും നിക്കും. ഇവളെ സംസാരം കൊണ്ട് ഇവളെ ഔട്ടാക്കാൻ മതി. തെറി വിളിച്ചിട്ട് ആൾക്കാരെ ഇവക്ക് അങ്ങനൊന്നും പറ്റൂല. ആരെങ്കിലും എന്തെങ്കിലും ഇങ്ങോട്ട് ഇപ്പൊ കുറ്റാവട്ടെ എന്തെങ്കിലും നമ്മളെ പറ്റി ബാഡൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ വന്നാല് അത് എന്താന്ന് മനസ്സിലാക്കിയൊന്നും കൂടി ഇല്ല, അപ്പം തന്നെ കയറി ഞാന് റിയാക്ട് ചെയ്യും. യുനോ, അത് അതിന് അവകാശമൊന്നുമില്ല, അപ്പൊ റിയാക്ട് ചെയ്യും. അതാണ്. നൂറൊക്കെ അങ്ങനെ പ്രശ്നം കുറച്ച് കാമായിട്ടാണ്. എന്നെയും പുറത്താക്കാൻ മതി. ചാറിനാന്ന് ആർക്കും മനസ്സിലാവാതെ ചാടിക്കയറും. ഓക്കെ. പുറത്തൊരു ഫംഗ്ഷന് പോയാൽ ഏറ്റവും കൂടുതൽ ബ്യൂട്ടി കോൺഷ്യസ് ആകുന്നത് നിങ്ങളിൽ ആരായിരിക്കും? പിടിച്ചോ.
അല്ലല്ലോ ആണ്. അത് ഞാനൊരു ഷോർട്സ് കണ്ടു, ഒരു ഇന്റർവ്യൂവിന് പോകാൻ വേണ്ടി വെളുപ്പിന് 5 മണിക്കൊക്കെ, അല്ലെങ്കിൽ നിങ്ങൾ 12 മണിക്കല്ലേ? മേക്കപ്പ് ഇടാൻ പോകണം അങ്ങനെ. അത് മേക്കപ്പ് ഇടാൻ വേണ്ടി 5 ഇപ്പൊ മണിക്കുണ്ടല്ലോ. ഞാനുണ്ടല്ലോ ഹെയർ ഒക്കെ സെറ്റ് ചെയ്തിരിക്കുകയാണ്. എന്നോട് പറഞ്ഞേ മുടി ഇങ്ങനെ ഒന്ന് താത്തി വെച്ചിരുന്നേ എപ്പോഴും. അത് ഇടയ്ക്ക് ഇങ്ങനെ മുടി ഇങ്ങനെ താത്തി വെച്ച് ഞാൻ ഓർത്ത് ഇവിടെ എന്തെങ്കിലും ഇരിക്കുന്നുണ്ട്. മൂന്നാമത്തെ വട്ടായി ഇതിങ്ങനെ മുടി ഇങ്ങനെ. ആൾക്കാര് ചിലപ്പോ ശ്രദ്ധിക്കൂല, പറഞ്ഞ് 2 ജന്തുക്കളോടെ ശ്രദ്ധിക്കും. അല്ല അത് ടിവിയിൽ വരുമ്പോഴോ എന്റെ മുടി ഇങ്ങനെ ആയല്ലോ, എന്റെ മുഖം അങ്ങനെ ആയല്ലോ, ഭയങ്കര ഇൻസെക്യൂർ ആണ്. അതാണ് ഞാൻ അത് ആക്കണ്ടല്ലോ, അപ്പൊ ഞാൻ ഇങ്ങനെ ആക്കി കൊടുക്കും. അത് ഞാൻ ഒരു ഇന്റർവ്യൂല് നിങ്ങളുടെ ഒരു റൊട്ടീൻ നിങ്ങൾ തന്നെ പറയുന്നുണ്ട്, അല്ലെങ്കിൽ ഞങ്ങൾ 12 മണിക്ക് എണീക്കുള്ളൂ അങ്ങനെ എന്റെ ഇത് കാണുമല്ലോ. പിന്നെ മേക്കപ്പ് ഇടാൻ വേണ്ടി 5 മണിക്ക് കാരണം ഇവക്ക് ഭയങ്കര ടൈം എടുക്കും, കുറെ ടൈം എടുക്കും. പിന്നെ നാച്ചുറൽ ബ്യൂട്ടി ആയതുകൊണ്ട് മേക്കപ്പിന്റെ ആവശ്യം. ഇത് ലെൻസ് അല്ലല്ലോ? ലെൻസ് ആണ്. ലെൻസ് അല്ലേ? ഞാൻ ചെറുതായിട്ടൊന്ന് വിചാരിച്ചു ഒറിജിനൽ ആയിരിക്കുന്നൊക്കെ. പറഞ്ഞ കാര്യം തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് പാർട്ട്ണറിനെ കൺവിൻസ് ചെയ്യാൻ കിടന്ന് ശ്രമിക്കുന്നത് ആര്? ഞാനായിരിക്കും. ഞാനാട്ടോ റിപ്പീറ്റ് അടിക്കുന്ന. ഞാനും ഉണ്ട് കേട്ടോ അങ്ങനെ. എനിക്കത് ഞാൻ വിചാരിച്ചത് പിന്നെ പറഞ്ഞ് വെറുപ്പിക്കാണ് ഓപ്പോസിറ്റ്. എന്തിനാ ദേഷ്യം? മനസ്സിലാവട്ടെ. അത് മനസ്സിലാക്കാൻ വേണ്ടിയല്ലേ ഞങ്ങൾ വീണ്ടും ആദ്യമായിട്ടാണ്. ഓക്കെ, നൂറാണ്. രണ്ടുപേരും ഇവളായിരിക്കും കൂടുതൽ. ഇങ്ങനെ പറഞ്ഞോണ്ടിരിക്കും, ഞാൻ ഇങ്ങനെയാണ് ഉദ്ദേശിച്ചത്, അങ്ങനെയാണ്. അത് ഞാൻ പറയും. അതിപ്പോ ചിലപ്പോ മനസ്സിലായാലും എനിക്കൊരു ഇതാ, ഞാൻ പറയണം. എനിക്ക് കുറച്ച് വോക്കലി വേണ്ട ഒരു സാധനം. ഞാൻ പറഞ്ഞു, എനിക്ക് ചിലപ്പോ ഇവളുടെ കാര്യങ്ങൾ ഓരോന്ന് അറിയായിരിക്കും, പക്ഷെ ആള് വെറുപ്പിക്കല് ആളുടെ ഒരു ശീലമാണ്. അപ്പൊ നൂറ് എങ്ങനെയായിരിക്കും റിയാക്ട് ചെയ്യുന്നത്? സാധനം പിന്നെയും പറയുന്നു, ഇനിയിപ്പൊ കേക്കണ്ടേ? കേക്കൂട്ടാ. ഗതികേട്. ഇത് ഞാൻ തലക്കെട്ടടിച്ച് വേണ്ടി വരും. ഒരു ഇന്റർവ്യൂവിന് വിളിച്ചാൽ ഡേറ്റ് ഫിക്സ് ചെയ്യാൻ ഏറ്റവും കൂടുതൽ ഡിലേ വരുത്തുന്നത് ആരുടെ ഭാഗത്തു നിന്നാകും? ഇവിടെ നോക്കിക്കൂടായിരുന്നോ? ഇല്ല, അവളെ ഞാൻ പറയത്തുള്ളൂ. ഇല്ല, അത് ഒന്നാമത് നമ്മള് രണ്ടുപേരും ഷിഫ്റ്റും ഓഫൊക്കെ വേറെ വരും. അപ്പൊ എനിക്ക് ഒരിത്തിരി സമാധാനത്തിൽ ഇരുന്നിട്ട് ഡേറ്റ് നോക്കണം. ഞാൻ എന്റെ അടുത്തൊന്നും ഡിലേ വരില്ല, ഞാൻ പറയുന്നില്ല. പക്ഷെ ഷിഫ്റ്റിന്റെ അതൊക്കെ വരുന്നുണ്ട്. ഓക്കെ, നിങ്ങൾ സമാധാനം മനസ്സിലായി. ഓക്കെ, അതാരിട്ട ക്വസ്റ്റ്യൻ ആണെന്ന് എനിക്ക് മനസ്സിലായിട്ടുണ്ട്. അതെ അതെ. നിങ്ങൾക്കിടയിൽ ഏറ്റവും കൂടുതൽ മിസ്സിംഗ് ഫീലിങ്സ് വരുന്നത് ആർക്കാണ്? മിസ്സിംഗ് ഫീലിങ്സ് എങ്ങനെ? ഇപ്പൊ ഷിഫ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും ഇപ്പൊ ഇൻ കേസ് ഒന്ന് ഇമാജിൻ ചെയ്യാൻ, നിങ്ങളൊന്ന് പുറത്തു പോയി, ജസ്റ്റ് പുറത്തു പോയിട്ട് നിങ്ങൾ ഒരാൾ ഒറ്റയ്ക്കായിരിക്കും വീട്ടില്. അപ്പൊ പെട്ടെന്ന് ഒരു മിസ്സിംഗ്, ഇത്രയും നിങ്ങൾ 24/7 ഒരുമിച്ചാണ്. അപ്പൊ പെട്ടെന്ന് എന്തോ ഒരു ആവശ്യത്തിന് ഒരാൾക്ക് വേണ്ടി മാത്രം പോയാൽ മതി. എനിക്കും വരലുണ്ട്. അത് നമ്മള് രണ്ടുപേരും വരും. അത് ഒരു ടൈം വേറെ പ്രൊജക്ട് ഒക്കെ വേറെ ആയിരുന്നു. അപ്പൊ ആ ടൈമിൽ ഇവർക്ക് കുറച്ച് അധികം ടൈം ഔട്ട് ഓഫ് ഷിഫ്റ്റ് വർക്ക് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ഞാൻ പറയുന്നത് ശരിയല്ല, ടൈം കിട്ടുന്നില്ല, അപ്പൊ അതൊന്ന് മാനേജ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് അപ്പോൾ അത് മാനേജ് ചെയ്ത് പിന്നീട് എനിക്ക് എന്റെ പ്രൊജക്ട് പറഞ്ഞു, എനിക്കും കുറച്ച് വർക്ക് കൂടി പറഞ്ഞപ്പോ ഇവിടെ എന്നോട് പറഞ്ഞു. അപ്പൊ അത് രണ്ടുപേർക്കും വരലുണ്ട്. ഓക്കേ, നിങ്ങളിൽ ഏറ്റവും കൂടുതൽ പൊസസീവ്നെസ് ആർക്കാണോ ഉള്ളത്? ഓൾറെഡി രണ്ടുപേർക്കും കൂടുതൽ. മുന്നല്ലേ ഇപ്പൊ ഇല്ലേ? ഇപ്പോഴും കുറച്ചൊക്കെ ഭയങ്കര ഇതിലില്ല. ഈ പൊസസീവ്നെസ് ഇങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്ന ആളാണോ നോറ? പാർട്ട്ണറിനെ ഇല്ലേ? അങ്ങനൊന്നുമില്ല. ഫ്രീഡം ആഗ്രഹിക്കുന്ന ആളാണ്. ഇപ്പൊ ഓക്കാണെങ്കിൽ ഞാൻ അങ്ങനെ പൊസസീവ്നെസ് ഒന്നുമില്ല. ഇവള് മുന്നേ തൊട്ട് അങ്ങനെ വലിയ പൊസസീവ്നെസ് ഒന്നും ഇല്ല. ആഗ്രഹിച്ചായിരുന്നോ നൂറയ്ക്ക് കുറച്ച് പൊസസീവ്നെസ് എന്നോട് ആകാന്ന് അങ്ങനെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ട്? ഞാൻ അങ്ങോട്ട് പൊസസീവ്നെസ് ഇട്ടിട്ട് എനിക്കത് ആലോചിക്കാനുള്ള നേരം കിട്ടിയിട്ടില്ല. സത്യം. ഞാൻ പറയും, എനിക്ക് ടോക്സിക് ആണെന്ന് ഞാൻ തോന്നിയിട്ടുണ്ടെന്ന് പറയും. ഞാൻ പണ്ട്, ഇപ്പോഴല്ല കേട്ടോ, അത്ര പൊസസീവ്നെസ് കുറച്ച് കൂടുതലായിരുന്നു. എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഇപ്പോഴാണ് ഡൗട്ട് വരുന്നത്, ഇപ്പില്ല. അങ്ങനെ. നിങ്ങളെ ആരാണ് ഏറ്റവും കൂടുതൽ റൊമാൻറ്റിക്? നമ്മുടെ മൂഡ് അനുസരിച്ചിരിക്കുമല്ലോ.
അത്രയ്ക്ക് വേണ്ടായിരുന്നു നൂറ പറയുന്നത് നൂറയാണ് എന്നൊക്കെ. ഇല്ല, രണ്ടുപേരും ഡിപ്പെൻഡ് ചെയ്തിരിക്കും. ഇങ്ങനെ എന്താ കാവ്യാത്മികമായി ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ആക്കി അങ്ങനെ കൊളമാക്കി ചെല്ലുന്ന ആർട്ടിഫിഷ്യലാ അതായത് കൊളാക്കി നമ്മൾ ഓവറാക്കി ഇങ്ങനെ കൊളാക്കുമല്ലോ അങ്ങനെ വെറുപ്പിക്കും. അത് വെക്കാൻ റൊമാൻറ്റിക് ആയിട്ട് വെറുപ്പിക്കും. അങ്ങനത്തെ ഒരു സ്വഭാവം ഉണ്ട്. ഓക്കെ എനിക്ക് എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്തോണ്ടിരിക്കും. മെസ്സി ആക്കും അല്ലെ. ഉള്ള റൊമാൻറ്റിക് നമ്മുടെയും പോവും. സത്യോ വന്നാൽ അത് പോവുകയും ചെയ്യും. ഞാൻ നിങ്ങളുടെ കുടുംബങ്ങളൊക്കെ ക്യാമറ വെച്ചിട്ട് ഒരു ചെറിയ ഡൗട്ട് ഉണ്ട്. ഏറ്റവും കൂടുതൽ വൃത്തിയുള്ളത് ആർക്കാണ്? എനിക്ക് തന്നെ അയ്യോ ഞാനല്ല അവളാ. യോഗ്യതയാണത്. ഞാൻ അവളാ വിചാരിച്ചതാ. ബെസ്റ്റ് കുക്ക് ആരാണ്? എല്ലാം നൂറയാണ്. അവൾക്ക് punishment. വയ്യാണ്ടാവും പണിഷ്മെന്റ്. ബെസ്റ്റ് ഫാഷൻ സ്റ്റൈലിസ്റ്റ്? ഷോ എല്ലാം നൂറയാണല്ലോ. നമുക്ക് എന്നെ പറ്റി നിങ്ങൾക്കൊന്നും അറിയണ്ട. അല്ല ചോദിക്കുന്ന ഉത്തരവൊക്കെ ഇതൊക്കെ ഇപ്പൊ എന്റെ അടുത്തൊന്ന് ഞാൻ തന്നെ ഇറക്കുന്ന കേട്ടോ. കുറച്ചൊക്കെ ഇവിടെ തീർച്ചയായിരുന്നു. ശരി. ഇപ്പൊ ഞാൻ പെട്ടെന്ന് എന്റെ മൈൻഡിലേക്ക് വരുന്ന കാര്യമാണ് ഏറ്റവും കൂടുതൽ ലൈക്ക് കലാപരമായിട്ടുള്ള കഴിവ് ആർക്കാണോ? കലാപരം എന്താണ്? ലൈക്ക് പാട്ട് പാടാൻ, ഡാൻസ് പാടാൻ, എനിക്ക് ആ ഇല്ല, ഇവള് വരക്കുമായിരുന്നു. അതൊക്കെ ഉണ്ടല്ലോ. വരക്കുമായിരുന്നു, നല്ലോണം വരക്കുമായിരുന്നു. നല്ലോണം വരക്കായിരുന്നു. ഇപ്പൊ വരക്കാത്തതാ. ഓക്കെ. അതിനുള്ള ടൈം കിട്ടുന്നില്ല. ഇങ്ങനെ നമ്മുടെ ലൈക്ക് ആദിലേനൊക്കെ വരച്ചിട്ടുണ്ടോ? അങ്ങനെ ഞാൻ വരയ്ക്കാറില്ല. അതിൽ ആദ്യം വരച്ചു പഠിക്കേണ്ടത്. കെന്നേനെ വരച്ചിട്ടുണ്ടല്ലേ? ചിമ്പാൻസിനെ വരച്ചിട്ടില്ലേ? ഉണ്ടായിരുന്നു കെന്നേനെ വരച്ചിരുന്നു. മനസ്സിലായി. കെന്നാതെ ഞാൻ കേട്ടില്ല. നിന്നെ ഞാൻ വരച്ചിട്ടുണ്ടല്ലോ. അതാ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നത്. ഓക്കെ, ഇനി എന്ത് ക്വസ്റ്റ്യൻ ചോദിക്കണം? എനിക്ക് ഒരു ക്വസ്റ്റ്യനും കൂടെ നിങ്ങളോട് ചോദിക്കണം എന്ന് തോന്നുന്നു. അടിയിട്ട് അതാണ് ചോദിച്ചോ? അങ്ങനെയല്ല, തൽക്കാലം വിട്ടു. ചോദിച്ചോ. ഇനി 6-7 ക്വസ്റ്റ്യൻ ഇപ്പൊ ഓട്ടോമാറ്റിക് മനസ്സിൽ തോന്നി. ഇപ്പൊ സ്റ്റോപ്പ് ആയി പോയി. എന്ത് ചോദിക്കണം? ഇവിടത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞായിരുന്നു. ഞാൻ കയ്യിൽ നിന്ന് കുറച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഇട്ടായിരുന്നു. ഓക്കെ. അല്ലെ, നിങ്ങൾക്ക് ഇപ്പൊ ഒന്നിക്കാൻ പറ്റില്ലെങ്കിൽ നമുക്ക് സൂയിസൈഡ് ചെയ്യാം, അങ്ങനത്തെ ഒരു പോയിന്റിലേക്ക് നിങ്ങൾ എത്തിയിരുന്നോ? എന്ത് തന്നെ ആരെങ്കിലും കൊല്ലാൻ വന്നാലും അത് നല്ലോണം എന്തെങ്കിലും കാണിച്ച് നമ്മളത് ഇതാക്കിയിട്ട് നമുക്ക് ഒരുമിക്കണം എന്ന് ഞങ്ങൾ സംസാരിച്ചിട്ടുള്ളൂ. സൂയിസൈഡ് അങ്ങനെ ഒന്നുമില്ല. ഇല്ല, എന്ത് വന്നാലും ഒരുമിക്കണം. ഇപ്പൊ എന്നെ തട്ടിക്കൊണ്ടുപോയ ടൈമിലും ഞങ്ങൾ ഒരുമിച്ചാവുന്നുള്ള ആ ഒരു തോട്ട് ഞങ്ങക്ക് 10% കൂടെ ഇല്ലായിരുന്നു. ലൈക്ക് there is no chance. ഞാൻ എവിടെയോ ആണ്, എന്നെ ആർക്കും അറിഞ്ഞൂടാ. ഞാൻ റൂമിന്റെ ഉള്ളിലാണ്. nobody knows where I am. ഇവക്കും അറിഞ്ഞൂടാ, ഇവക്ക് ഫോൺ കിട്ടുന്നുണ്ടോന്ന് അറിഞ്ഞൂടാ, ഇവളെവിടാന്ന് അറിഞ്ഞൂടാ. അപ്പൊ ഒന്നും അറിഞ്ഞൂടാ. അപ്പൊ എന്താണ് എങ്ങനെയാണെന്നൊന്നും അറിഞ്ഞൂടാത്തൊരു സിറ്റുവേഷനിലായിരുന്നു. അപ്പൊ ആ സമയത്ത് അറിയുന്നുണ്ടോ നൂറ ഇവിടെ ഇങ്ങനെ മീഡിയയിൽ ഇടുന്നുണ്ട്, മീഡിയ ചാനലിൽ ഇന്റർവ്യൂ, അല്ല സോറി അതിലിങ്ങനെ അറിയുന്നുണ്ടായിരുന്നു. എനിക്ക് ആ ന്യൂസ് മാത്രം കിട്ടുന്നുണ്ട്. പറഞ്ഞത് ഞാൻ ഇവളുടെ ലോഞ്ചറീസ് ഉള്ള പിക്ക് എക്സ്പോസ് ചെയ്ത് അങ്ങനെയൊക്കെ പറഞ്ഞു. ഭയങ്കര മോശമാക്കിയിട്ടാണ് എന്നോട് വന്ന് പറയുന്നത്. സോ വാട്ട്, ഞാൻ അവളുമായിട്ട് പിരിയുമല്ലോ, എനിക്ക് ഭയങ്കര ബാഡ് ആയിട്ട് ഫീൽ ചെയ്യും. ഞാന് പിരിയുന്നൊക്കെയാണോ അതാണ് ഏറ്റവും വലിയ ഒരു സ്ട്രോങ്. അല്ലെങ്കിൽ ഒന്ന് ഈ പാരന്റ്സ് ഇപ്പൊ നൂറ് എന്താ അന്ന് അറിയുന്നില്ലല്ലോ, പുറത്ത് എന്താണ് ആദില ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇപ്പൊ ഇത്രയും ന്യൂസ് ഷെയർ ചെയ്യുന്നുണ്ടെന്ന് അറിയുന്നില്ല. പാരന്റ്സ് പറയുന്നത് മാത്രമാണ് കേൾക്കുന്നുള്ളൂ അല്ലെ. പാരന്റ്സ് അങ്ങനെ ഒരു ഗെയിം ഇടയ്ക്ക് കളിച്ചായിരുന്നല്ലേ? പാരന്റ്സ് മാത്രല്ല, റിലേറ്റീവ്സും ഇവരൊരു സെറ്റ് ഓഫ് അവിടുത്തെ ഒരു ഫാമിലി ഭരിക്കുന്നത് പെണ്ണുങ്ങളാണ്. അവരാ ആണുങ്ങൾക്ക് അത്ര റോളില്ല. അപ്പൊ ആ ഒരു ഇതില് മൂത്തുമ്മയാണെങ്കിലും ഉമ്മയാണെങ്കിലും ഇവരൊക്കെയാണ് നമ്മുടെ ഈ ഡാഗിനി കുട്ടസ് എന്നൊക്കെ പറയൂലേ, അങ്ങനത്തുള്ള സംഭവങ്ങള് ഓലാണ് നല്ല റോൾ. ഇപ്പൊ എനിക്ക് കൺവേർഷൻ തെറാപ്പി ഇല്ലേ, അതൊക്കെ തന്നാ ശരിയാവും. അല്ലെ ഡോക്ടറെ കാണിച്ച ശരി, എന്തോ ഭാഗ്യത്തിന് അതിന്റെ വേർഡ്സ് ഒന്നും എത്തിയില്ല. എന്തോ എന്റെ ഭാഗ്യത്തിന് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു അഫെക്ഷനും കാര്യങ്ങളൊക്കെ മാറുമോ? എങ്ങനെയാ അത്? അറിയൂല. അങ്ങനെ ചെയ്താൽ മാറൂല. ടു ബി ഫ്രാങ്ക്, എനിക്ക് അറിയാൻ പാടില്ല എന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത്. മേ ബി നമ്മളെന്തോ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് ഫോർ ദാറ്റ് ടൈം ബീങ് ഓർ സംതിങ് നമ്മളെ മറപ്പിക്കാൻ മതി, ബട്ട് നോട്ട് ഫോർ എ ലോങ് ടൈം, യു നോ. ഇപ്പൊ നിങ്ങളുടെ ചാനൽ ഫോളോ ചെയ്യുന്നവർക്ക് അറിയാം, നിങ്ങൾ ഇത് മാത്രല്ല ഈ ഒരു ടോപ്പിക്കിലല്ല, നിങ്ങൾ ചെറുപ്പം മുതലേ കുറച്ച് എന്താ പറയാ ഫ്രീഡം അനുഭവിക്കാത്ത ആൾക്കാരാണ്. ഒരുപാട് റെസ്ട്രിക്ഷൻസ്, അതിൽ തന്നെ പറഞ്ഞ 8th സ്റ്റാൻഡേർഡിൽ എനിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങി പോകാനൊക്കെ തോന്നി. അപ്പൊ അങ്ങനത്തെ സ്റ്റോറീസ് നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്ക് മാത്രമാണ് നിങ്ങളുടെ ആ ഒരു ബാക്ക്ഗ്രൗണ്ട്. അല്ലാതെ ഈ ഒരു വിഷയം സ്പ്രെഡ് ആയപ്പോ ഒരുപാട് പേര് പറഞ്ഞത് ഇത്രയും വളർത്തി വലുതാക്കിയ മാതാപിതാക്കൾ ഇത്രയും പൊന്നുപോലെ നോക്കി, അവർക്ക് അവരുടെ സ്വപ്നങ്ങളുണ്ട്, അതെല്ലാം തകർത്തിട്ട് ഒരു സുപ്രഭാതത്തിൽ നിങ്ങൾ ഇങ്ങനെ ചെയ്തു എന്ന്
പോർട്രേറ്റ് ചെയ്ത് അങ്ങനെ മനസ്സിലാക്കിയേക്കുന്ന ഒരു വിഭാഗമുണ്ട്. അപ്പം നിങ്ങളെ ഫോളോ ചെയ്യുന്നവർക്കാണല്ലോ നിങ്ങളുടെ ലൈഫ് സ്റ്റോറി ഒക്കെ നിങ്ങൾ Q&Aയിലാണ് ഏറ്റവും കൂടുതൽ സംസാരവും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പൊ അങ്ങനെ വിചാരിക്കുന്നവരോട് എന്താണ് പറയുന്നത്? ഇപ്പൊ എല്ലാരും പറയുന്നത് ആ മാതാപിതാക്കളുടെ കണ്ണുനീര്, അല്ലെങ്കിൽ ഇത്രയും പഠിപ്പിച്ച് വലുതാക്കി അവർക്കും ഒരു സ്വപ്നം ഇല്ലേ, അങ്ങനെ പറയുന്ന ഒരു വിഭാഗമുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? അവര് പഠിപ്പിച്ചിട്ടുണ്ട്, ഞങ്ങൾക്ക് ഭക്ഷണം തന്നിട്ടുണ്ട്, ഡ്രസ്സ് വാങ്ങി തന്നിട്ടുണ്ട്, പറയുന്നത് വാങ്ങി തന്നു, അതൊന്നും ഇല്ലാന്ന് പറയുന്നില്ല. അവര് പഠിപ്പിച്ചോണ്ട് ഞങ്ങൾക്ക് ജോലിയുണ്ട്, ഇല്ലാന്ന് ഒരിക്കലും ഞങ്ങൾ പറയുന്നില്ല. അതൊക്കെ ഇപ്പൊ ഒരു കുട്ടി ഉണ്ടെങ്കിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് നെസസിറ്റീസ് ആണ്. ഓക്കെ, ഇപ്പൊ ഓൾക്ക് ആ കുട്ടീനെ വേണ്ടെങ്കിൽ ഓൾക്ക് അത് വേണ്ടാന്ന് വെച്ചാൽ മതിയായിരുന്നല്ലോ. എന്നാ പിന്നെ അത് പ്രൊവൈഡ് ചെയ്യണ്ടല്ലോ. അതിന്റെ കണക്ക് പിന്നെ നമ്മൾ വലുതായിട്ട് കേൾക്കേണ്ടി വരൂലായിരുന്നു. സോ അത് നമ്മൾ ഒരു കുഞ്ഞിന് പ്രൊവൈഡ് ചെയ്യേണ്ട ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഒരു പാരന്റ് എന്നുള്ള നിലക്ക്. അല്ല, അതിനൊരു പ്രൈസ് ടാഗ് കൊടുത്തിട്ട് ഓക്കെ ഞാൻ ഇത് തന്നതിന് എനിക്ക് തിരിച്ചു കിട്ടണമെന്ന്, അതെന്നാ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ജനിക്കുമ്പോൾ തന്നെ ആ കൊച്ചിനോട് എഴുതി വെച്ചത് ഇത് കച്ചവടമാണ്, നിനക്ക് ഞാൻ തരുന്നത് ഇന്ന പ്രൈസ് ടാഗിൽ നീ എനിക്ക് തിരിച്ചു തരേണ്ടതാണ്, ഇത്രത്തോളം അതൊക്കെ പറയണം. ഇതങ്ങനെയല്ലല്ലോ. ഇപ്പൊ ആര് കുഞ്ഞ് ജനിച്ചാലും നോക്കും ഇല്ലേ? നമ്മളൊരു പൂച്ചക്കുട്ടീനെ വളർത്തുന്നത്, നമ്മൾ അതിന് ഫുഡ് കൊടുക്കുന്ന, അതിന് കൊടുക്കണം, അത് സർവൈവ് ചെയ്യണമെങ്കിൽ കൊടുക്കണം, അതിനെന്തെങ്കിലും വയ്യായിക വന്ന ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. അതൊക്കെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. അതിനെ വെച്ചിട്ട് ഇങ്ങനെ പറയുന്ന ആൾക്കാരോട് ഒന്നും കൂടെ റീതിങ്ക് ചെയ്യാനേ പറയാൻ പറ്റത്തുള്ളൂ. അവരെ മക്കളോർത്തിട്ട് സഹതാപ തോന്നുന്നത്, പാവന്ന് തോന്നുന്നുണ്ട്. ഏത് പോയിന്റിലാണ് അതിലേക്ക് ഷെൽട്ടർ ഹോമിലേക്ക് ചേഞ്ച് ചെയ്യാം? എന്നെ വീട്ടുകാർ വീണ്ടും മാനിപ്പുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കണം ഒരുപാട് പ്രാവശ്യം. അതിലിപ്പോഴും കുറച്ച് സെന്റിമെന്റ്സ് ഉള്ള കൂട്ടത്തിലാ തോന്നണം. അല്ലെങ്കിൽ ഇടയ്ക്ക് ഉമ്മേനെ വിളിക്കുക, അല്ലെങ്കിൽ ഉമ്മയല്ലേ, സെന്റിമെന്റ്സ് ആണ് ചില വീഡിയോസ് ഒക്കെ ഉണ്ട്. ഞാനാണ് പിന്നെ ഇവളോട് പറയുന്നത് ഉമ്മയല്ലേ പോട്ടേന്ന് ഇടയ്ക്ക് വിളിക്കുക. വീണ്ടും നിങ്ങൾക്ക് ആ ഒരു അബദ്ധം പറ്റൂല. അപ്പൊ ഇങ്ങനെ മാനിപ്പുലേറ്റഡ് ചെയ്യാണെന്നൊക്കെ ആ ഒരു പോയിന്റ് എപ്പോഴാണ് മനസ്സിലായത് ഷെൽട്ടർ ഹോമിലേക്ക് പോകാം, അങ്ങനെ ചേഞ്ച് ആവാന്ന്? ഇവളെ പിടിച്ചോണ്ട് പോയി. അതിനുശേഷം പോലീസ് വന്ന്, അപ്പൊ അവിടെ ചെന്ന് സംസാരിച്ചു, ഇങ്ങനെ അബ്യൂസിന്റെ കാര്യമൊക്കെ പറഞ്ഞു. അപ്പൊ അതിന് പോലീസുകാരും വലിയൊരിത് കാണിക്കുന്നില്ല. എടുക്കണോ, നിനക്ക് താഴെ ഒരു അനീതി ഉണ്ട്, അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സംഗതിയായിരുന്നു. അപ്പൊ ഞാൻ കേസ് എടുത്തിട്ട് അതപ്പൊ തന്നെ ക്ലോസ് ചെയ്ത് ഇങ്ങനെ വിട്ടു. കാരണം എന്റെ ഫോക്കസ് എനിക്ക് നൂറേനെ കിട്ടണം. അവള് ബലായിട്ട് കൊണ്ട് അവള് ഓക്കെ, എനിക്ക് നീയായിട്ട് റിലേഷൻഷിപ്പ് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യം, പോവാന്ന് പറഞ്ഞാൽ ഓക്കെ ഫൈൻ, അവളുടെ കാര്യമാണ്, ഞാൻ പിന്നെ പോകത്തില്ല. ഇത് അതല്ല, പിടിച്ചോണ്ട് പോയേക്കാണ്. അപ്പൊ ആ ഒരു ഇതില് ഞാൻ പിന്നെ മറ്റേത് ഒന്ന് വിട്ടു. പിന്നെ എന്തായാലും നമുക്ക് രാത്രി ആകുമ്പോ എവിടെയെങ്കിലും പോകണം, പോലീസ് സ്റ്റേഷനിൽ ഇരിക്കാൻ പറ്റില്ല. 8 ദിവസം പോലീസ് സ്റ്റേഷനിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ല. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഷെൽട്ടർ ഹോം വേണം, വീട്ടിലോട്ട് ഞാൻ പോവില്ല, എനിക്ക് അവിടെ പറ്റില്ല പറഞ്ഞു. അവിടെ അപ്പുറത്ത് ഫാദർ ഒക്കെ സംസാരിക്കുന്നത് ഞാൻ കേട്ടതാ. അവരെ അബ്യൂസ്ഡ് ആയിട്ട് ഇവളെ പാരന്റ്സും റിലേറ്റീവ്സും പറയണം ഒന്നും നടക്കാത്ത പോലെ പറയണേ പോലീസിനോട്, ഞങ്ങളെ പറ്റി ഒന്നും കുറ്റം പറയല്ലേ എന്നുള്ളത് മാനിപ്പുലേറ്റ് ചെയ്ത്. അത് ഇവള് സമ്മതിച്ച്. ഞാൻ പറയുന്നത്. പക്ഷെ അവര് വന്നതിന് ശേഷം ഞാൻ പറഞ്ഞു, കാരണം അല്ലെങ്കിൽ ഞാൻ അവിടെ എന്താവും എനിക്ക് അറിയില്ല, എന്റെ നിലനിൽപ്പ് എനിക്ക് നോക്കണമല്ലോ. ഞാൻ പറഞ്ഞു എനിക്ക് ഇനി അവരോട് പോകാൻ പറ്റത്തില്ല എന്ന് പറഞ്ഞു, എന്നെ മാറ്റണം പറഞ്ഞു ഷെൽട്ടർ ഹോമിലോട്ട് മാറ്റി. പക്ഷെ അവിടെ ഫോണൊന്നും കൊടുക്കരുത് എന്ന് വീട്ടുകാർ പറഞ്ഞതിന്റെ ഇതിൽ എനിക്ക് ഫോണൊന്നും അങ്ങനെ കിട്ടിയിട്ടൊന്നുമില്ല. അതിന്റെ ഒരു ഇന്ന സമയം ഇത്ര ഒരു ടൈമിനുള്ളിൽ ആ ഒരു ടൈം മാത്രമേ ഫോണ് കിട്ടത്തുള്ളൂ, അങ്ങനത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. പിന്നീട് അങ്ങോട്ട് മാറി. പക്ഷെ അങ്ങോട്ട് മാറിയപ്പോ അവിടെയും കുറെ ഒറ്റക്ക് ആയിട്ടുള്ള ഒരാൾക്കാരാ. അപ്പൊ എനിക്ക് അത് ഭയങ്കര ബുദ്ധിമുട്ടായി. ഭയങ്കര അവിടെ ഉമ്മയൊക്കെ വന്ന് കാണാൻ വന്നിട്ടുണ്ടായിരുന്നു, ഉമ്മയും കസിൻസ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ. അപ്പൊ അങ്ങനെ വന്നിട്ടുണ്ട്. അപ്പൊ ഭയങ്കര ഇമോഷണൽ ആയിരുന്നു. അപ്പൊ ആരും ഇല്ലാന്നുള്ളൊരു തോന്നലൊക്കെ ആയിപ്പോയി. ഇവള് കോണ്ടാക്റ്റിൽ എന്തായി അറിയില്ല, സൗദിക്ക് കൊണ്ടുപോയോ, അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള ഒരു ഇതുള്ളത് കൊണ്ട് എങ്ങനെയൊക്കെയോ 8 ദിവസം പോയി. പക്ഷെ അതൊരു 8 വർഷത്തിന്റെ ഒരു ഇതായിരുന്നു എനിക്ക്. അതെ അതെ അതെ. ഈ ഒരു 8 ദിവസത്തിൽ അതിൽ ഇത്രയൊക്കെ ചിന്തിച്ചു എന്തൊക്കെയായിരിക്കും നൂറൊക്കെ വിട്ടത്? നൂറ എങ്ങനെയായിരുന്നു ലൈക് അതില് ഈ ഒരു 8 ദിവസം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നുകൊണ്ടേ ഇരിക്കുവാണല്ലോ, ഒരു ടെൻഷനും പേടിയൊക്കെ. ആ നൂറ എങ്ങനെയാ സർവൈവ് ചെയ്തേ? ആക്ച്വലി ഞാൻ സർവൈവ് ചെയ്യാൻ നോക്കി. ഞാൻ ആ 8 ദിവസം എന്ന് പറയുന്നത് ഫുഡ് പോലും കഴിച്ചിട്ടില്ല. കരച്ചിലായിരുന്നു, ഫുൾ ടൈം കരച്ചില്ല. എനിക്ക് ഇവളെ പറ്റി എന്താ അറിയുന്നില്ല, കോൾ ചെയ്യാൻ പറ്റുന്നില്ല, എന്തെങ്കിലും ചെയ്തോ, ആരെങ്കിലും എന്തെങ്കിലും ഉപദ്രവിച്ചോ എന്നൊക്കെയുള്ള നല്ല ടെൻഷനും പേടിയും ഉണ്ടായിരുന്നു. ഞാൻ എന്നിട്ട് കരഞ്ഞും ഞാൻ ഇവരെ കാല് പിടിച്ചിട്ട് പോലും ഇവര് ഫോൺ തരൂല. ഫോൺ തരുമോന്ന് വെച്ചാൽ പറയാ അത് പോലീസ് എടുത്തു വെക്കാൻ പറഞ്ഞിരിക്കുന്നു. ആർക്കും എടുക്കാൻ പറ്റില്ല. ഓക്കെ, ആർക്കും എടുക്കാം, എല്ലാരും കൂടെ ചേർന്ന് കളിക്കുന്ന കളിയാണിത്, അതെടുക്കാൻ പറ്റൂല. അതില ഓക്കെയാണ്. അങ്ങനെ ഞാന് ഭയങ്കര മാനിപ്പുലേറ്റഡ് ആവുന്നുണ്ടായിരുന്നു അവിടുന്ന്. ഞാൻ എങ്ങനെയല്ല പറഞ്ഞ, ഞാൻ വീട്ടിലോട്ട് പോയി ഫുഡൊക്കെ കഴിക്കുന്നുണ്ട്, ഞാൻ ഹാപ്പി ആണെന്നൊക്കെ എന്നെ ഓക്കെ ആക്കാൻ വേണ്ടിട്ട് അങ്ങനെ പറഞ്ഞതാണ്, ഫുഡ് കഴിക്കാനൊക്കെ വേണ്ടി. പക്ഷെ അത് ഭയങ്കര സ്ട്രഗിൾ ആയിരുന്നു. പിന്നെ അവര് കുറെ മതത്തിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്നെ ചേഞ്ച് ആക്കാൻ നോക്കി. അവിടെ ഒരു ഉസ്താദോ തങ്ങളോ ആരും ഉണ്ടായിരുന്നു. അയാളാണ് ആ ഒരു 8 days സംതിങ് എന്റെ കൂടെ ഉണ്ടായിരുന്നു. അയാൾ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നോട്, ഒറ്റ സമയം പോലും ഇങ്ങനെ വിടാണ്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ലൈക്ക് ചേഞ്ച് മൈ മൈൻഡ്. ഓക്കെ, ഇപ്പൊ ഇസ്ലാമിക് രീതിയിൽ ഒരു ഇത് തരുവാണ്,
ഒരു പ്രീച്ച് തരാണ് മാറാൻ വേണ്ടിയിട്ട്. ബട്ട് ഞാനതൊക്കെ കണ്ടില്ല കേട്ടില്ല എന്ന് വെച്ചാൽ ഞാൻ ഓക്കെ പറഞ്ഞ് ഓക്കെ ഞങ്ങൾ പറയുന്നൊക്കെ കേൾക്കാം എന്നുള്ള രീതിക്ക് ഞാൻ പറഞ്ഞ് ഞാൻ അവിടെ സെറ്റാക്കി. അവസാനം എനിക്ക് ഓളെ കാണണം, ഓളെ വീഡിയോസ് റിട്രീവ് ചെയ്യണം എന്ന് എന്നോട് പറഞ്ഞു. ഞാൻ പറഞ്ഞാലും ഓള് ചെയ്യുള്ളൂ എന്ന് പറഞ്ഞു. വീഡിയോയിൽ കൊടുക്കരുത്. കൊടുക്കരുത്. അങ്ങനെ അവസാനം ഞാൻ പോയി പറയാം, നിങ്ങൾ പറയുന്ന പോലെ ഞാൻ കേൾക്കാം, ഓളെ കൂടെ ഞാൻ പോവില്ല, എനിക്ക് നേരിട്ടൊന്ന് കാണണം, ഞാൻ പറയാം റിട്രീവ് ചെയ്യാന്ന് പറഞ്ഞു. അവിടെ എത്തിയിട്ട് ഞാൻ കാല് മാറി. അത് വിളിച്ചാ പറഞ്ഞതോള്. അതും പക്ഷെ നടന്നില്ല. എന്നിട്ടാണ് കാരണം ഒരു ലാസ്റ്റ് ഒരു കച്ചിത്തുരുമ്പാണല്ലോ നിങ്ങൾ രണ്ടുപേരും ഒന്നിക്കുക എന്ന് പറയുന്നത്. അവര് പറഞ്ഞ സംബന്ധിച്ചിട്ട് ആ ഒരു ടൈമില് ഇത് നമ്മളെ മാനിപ്പുലേറ്റ് ചെയ്യുമ്പോൾ നമ്മളും വർക്ക് ആയിട്ടാന്ന് പറഞ്ഞ് നിൽക്കണമല്ലോ. നല്ലതേ നമുക്ക് മീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ആദ്യമൊക്കെ ഉമ്മമാര് മാത്രല്ല ഇത് അറിഞ്ഞിരുന്നത്, വാപ്പയുടെ ചെവിയിൽ എത്തിക്കാതെ അവര് തന്നെ സൂക്ഷിച്ചു. ഇപ്പം സാധാരണ പെൺകുട്ടികൾ എപ്പോഴും അച്ഛന്മാരായിട്ടാണ് ഭയങ്കര കണക്ഷൻ, അല്ലെങ്കിൽ അച്ഛന്മാർക്ക് പെൺകുട്ടികളെയാണ് ഭയങ്കര കാര്യം എന്നൊക്കെയാണല്ലോ. കൂടുതൽ ഒരു അഫെക്ഷൻ ഒക്കെ നമുക്ക് ലേഡീസിന് അച്ഛന്മാരോടാണ് തോന്നുന്നത് എന്നൊരു ടാഗ്ലൈൻ നമ്മുടെ സൊസൈറ്റിയിലുണ്ട്. അപ്പൊ നിങ്ങൾക്കിപ്പം ആ സമയത്തൊക്കെ വാപ്പമാരോട് എങ്ങനെയായിരുന്നു കണക്ഷൻ? ഈ എങ്ങനത്തെ ഉള്ള ഒരു ബന്ധമായിരുന്നു നിങ്ങളുടെ? എന്റേത് പറയുകയാണെങ്കിൽ എന്റെ ഉപ്പ എന്നോട് ഓവർ സംസാരിക്കാറില്ല. ഓക്കെ, ഇഫ് ചെറുപ്പം തൊട്ടാണെങ്കിൽ പുള്ളി ഓവർ സംസാരിക്കൂല, മക്കളോടൊന്നും അങ്ങനെ ഒരു കണക്ഷൻ ഒന്നും പുള്ളിക്കില്ല. ജസ്റ്റ് എന്തെങ്കിലും സാധനം വേണം അല്ലെങ്കിൽ എനിക്ക് ഇന്നത് വേണം എന്ന് പറയുമ്പോൾ വാങ്ങിത്തരും. ഓക്കെ, അല്ലെങ്കിൽ എന്തെങ്കിലും വേണം അങ്ങനെ പറയുമ്പോൾ വാങ്ങിത്തരും, പ്രൊവൈഡ് ചെയ്യും. അല്ലാണ്ട് പുള്ളിയായിട്ട് നമ്മളായിട്ട് ടൈം സ്പെൻഡ് ചെയ്യുക അല്ലെങ്കിൽ നമ്മളോടൊന്ന് സംസാരിക്കുക, ഇന്ററാക്ട് ചെയ്യുക, അങ്ങനെ യാതൊരു സംഭവവും പുള്ളിക്കില്ല. പിന്നെ ഈ ഉമ്മ ആണ് മക്കളോടൊക്കെ അധികം സംസാരിക്കല്, പക്ഷെ അതും അത്ര ഓക്കെ അല്ലായിരുന്നു. അതിലേക്ക് എങ്ങനെയായിരുന്നു? ഫാദറായിട്ട് അറ്റാച്ച്ഡ് ഒക്കെ ആയിരുന്നു. പക്ഷെ ആ ഒരു സംഭവമൊക്കെ കാരണം പിന്നീട് അങ്ങനെയുള്ളൊരു മനുഷ്യനെ ആണല്ലോ അത്ര അറ്റാച്ച്ഡ് ആയിട്ട് വെച്ചെന്നുള്ളൊരു ഇത് തോന്നിയിട്ടുണ്ട്. ഈ ഒരു ടൈമിലാണ് പപ്പ ഭയങ്കരമായിട്ട് റേസ് ആയതും കാര്യങ്ങളൊക്കെ. അതുവരെ നിങ്ങൾ ഭയങ്കര കമ്പനി പറഞ്ഞ ആള് ഞാൻ പറഞ്ഞല്ലോ പ്രശ്നങ്ങൾ ഉണ്ടാവും. പക്ഷെ നമ്മള് ആ ഒരു ഇതില് നമ്മളിപ്പോ മക്കളായിട്ട് പ്രശ്നം ഉണ്ടെങ്കിൽ എന്ത് കാട്ടിയാലോ നമ്മുടെ ഉള്ളിൽ ഒരു വിഷമം ഉണ്ടാവും ആ ഒരു ടൈമിലൊക്കെ. പക്ഷെ നമ്മള് വേറെ ആരും ഇല്ല, നമ്മള് അവരോട് എപ്പോഴും കാണണേക്കല്ലേ. ഒരു വീട്ടിൽ നമ്മൾ അങ്ങനെ എനിക്ക് അങ്ങനെ മുഖം കടിച്ചു പിടിച്ച് ഒരു എൻവയോൺമെന്റിൽ നിൽക്കാൻ പറ്റാത്ത ഒരാളാ. ഇങ്ങോട്ട് വന്ന് മിണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോയി മിണ്ട, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നൂറയ്ക്ക് സിസ്റ്റേഴ്സ് അല്ലേ? ഒരു ബ്രദർ ആണ്. ഇപ്പൊ 2 സിസ്റ്റേഴ്സ് നൂറേനെ മനസ്സിലാക്കും എപ്പോഴെങ്കിലും വിചാരിച്ചു? അവരെങ്കിലും എന്റെ ഒപ്പം ഉണ്ടാവും അങ്ങനെ എപ്പോഴെങ്കിലും വിചാരിച്ചിരുന്ന? ഓല് മനസ്സിലാക്കും. എനിവേസ് ഇപ്പൊ പാരന്റ്സ് കാണുന്നത് എന്താണ്, ഓളന്റെ മോളാണെന്ന് പോലും നോക്കാണ്ട് കൊല്ലാൻ വരെ ശ്രമിക്കുന്നുണ്ട്. ബട്ട് അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ ഞാനും ഓലെ സിസ്റ്റർ തന്നെയാണ്. ഓക്കെ, ഓൾക്ക് എന്തായാലും എന്താണ് ഓലെ മനസ്സിൽ എന്തായാലും ഞാനുണ്ടാവും. ബിക്കോസ് ഐ വാസ് ദെയർ ഫോർ എ ലോങ് ടൈം വിത്ത് ദം. അപ്പൊ ഓൾക്ക് എന്തായാലും ഓലെ മനസ്സിൽ ഉണ്ടാവും. ഞാൻ എന്താ ഗോ ത്രൂ ചെയ്തെന്നൊക്കെ ഓല് കണ്ടതാണ്. അപ്പൊ ഉറപ്പായിട്ടും ഓല് മനസ്സിലാക്കും. കണ്ടിരുന്നു സിസ്റ്ററിനെ. കണക്ഷൻ ഉണ്ട്. ഇപ്പൊ ഇല്ല, വീട്ടില് പ്രശ്നമായി. അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട് നൂറേനെ കാണാനും. പക്ഷെ പാരന്റ്സ് അവിടെ ഒരു ബാരിയർ ആയിട്ട് വരികയാണ്. ഓക്കെ. ഏറ്റവും അടുപ്പമുള്ള ഏത് സിസ്റ്ററിനോടായിരുന്നു? സെക്കൻഡ് സിസ്റ്റർ തൊട്ട് താഴെ ഏറ്റവും കാര്യങ്ങൾ ഷെയർ ചെയ്യും? തൊട്ട് താഴെ ഉള്ളത്. ഓക്കെ, ഭയങ്കര ക്ലോസ് ആണ്. ഈവൻ റിലേഷൻഷിപ്പ് ഒക്കെ അറിയാം, പക്ഷെ റിലേഷൻഷിപ്പിന്റെ കാര്യം ഞാൻ അങ്ങനെ ഓളോട് പറയലില്ല. പക്ഷെ ഞാൻ പറയലുണ്ട് ഓളോട്. എന്തായാലും അവള് നമ്മള് കണ്ടപ്പോ പറഞ്ഞായിരുന്നു പിടിച്ചു പിന്നെ ഞാൻ അതിനെ പറ്റി ഒന്നും കാരണം എനിക്കറിയാം നീ പോകുന്നു. ഞാൻ ഓളോട് ആ വീട്ടില് ആരോടാണ് ഓപ്പൺ അപ്പ് ചെയ്തെന്ന് ചോദിച്ചില്ലേ, ഞാൻ ഓളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് മിന്നു ഞാൻ ഇവിടുന്ന് ഇറങ്ങും എന്തായാലും, കാരണം പാരന്റ്സിന്റെ ഈ ഒരു സ്റ്റേറ്റ് ആൻഡ് ഓൾ എനിക്ക് പറ്റൂല, ഞാൻ ഇവിടുന്ന് എന്തായാലും ഇറങ്ങും, എനിക്ക് ഇൻഡിപെൻഡന്റ് ആവണം, എനിക്ക് വേണ്ടി ജീവിക്കണം. അപ്പോൾ ഓള് പറയും യെസ് യു ക്യാൻ ഡു, ഇറ്റ്സ് യുവർ ലൈഫ്, അത്രേ ഓള് പറയുള്ളൂ. അതിൽ കൂടുതലൊന്നും പറയൂല.